ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കായുള്ള നാടക കളരിയുടെ പരിശീലനം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയായി. നാടകത്തിന്റെ ശില്പിയും സംവിധായകനുമായ ഗോപി കുറ്റിക്കോലിന്റെയും അനന്തു കൃഷ്ണന്റെയും നേതൃത്വത്തിലാണ് നാടക പരിശീലനം നടത്തിയത്. കേരളത്തിൽ തന്നെ കുട്ടികൾക്കായി നാടക കളരി സംഘടിപ്പിക്കുന്ന ഏക പഞ്ചായത്താണ് ചെറുപുഴ. റോഡുകൾ, പാലങ്ങൾ തുടങ്ങി നിരവധി മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഭരണസമിതി അഭിനന്ദനാർഹമാണ്. ചെറുപുഴ JMUP സ്കൂളിൽ വെച്ച് നടന്ന നാടക പ്രദർശനത്തിനോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്വാഗതം ആശംസിച്ചു. അധ്യക്ഷം വഹിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M. ബാലകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ സാറാണ്. സാറിനെയും ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സന്നിഹിതരായിരിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളായ ശ്രീ CBM തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അന്ധകാരത്തിൽ അമർന്ന ഒരു സംസ്ഥാനമായി എല്ലാ ജാതി വ്യവസ്ഥ ഉൾപ്പെടെ ജീർണത നിറഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗത്തിനേക്കാളും മോശമായ അവസ്ഥയിൽ ജീവിച്ച ഒരു കാലമുണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ മനുഷ്യനാക്കി മാറ്റി തീർത്തത് നാടകം ഉൾപ്പെടെയുള്ള കലാമാധ്യമങ്ങളാണ്. നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നിന്നുള്ള നാടകം ചുറ്റുവട്ടത്തിൽ നമ്മൾ കേട്ട് കാണും. നമ്മുടെ ഈ സമുദായങ്ങളുടെ ജീർണതക്കെതിരെ ഈ നാടകം. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണിത്. കാരണം റോഡും പാലവും കോൺക്രീറ്റ് കെട്ടിടങ്ങളും മാത്രമല്ല വികസനം എന്ന ഭരണസമിതിയുടെ ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് കുട്ടികളുടെ തിയേറ്റർ എന്ന പ്രൊജക്റ്റ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം കുട്ടികളുടെ തിയേറ്റർ എന്ന പ്രൊജക്റ്റ് നടപ്പിലാക്കിയെങ്കിലും നമുക്ക് കൂടുതൽ സ്റ്റേജുകളിലോ ഒരു പബ്ലിക് സ്റ്റേജിലോ ഒന്നും അവതരിപ്പിക്കാൻ വേണ്ടി സമയം അനുവദിച്ചില്ല. കുട്ടികളുടെ എണ്ണം പ്രായേണ കുറവുമായിരുന്നു. ഈ വർഷം എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും 2 സ്കൂളുകളിൽ നിന്ന് മാത്രമാണ് കുട്ടികൾ എത്തിച്ചേർന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. 2 സ്കൂളുകളിൽ നിന്നായി നമുക്ക് 25ഓളം കുട്ടികൾ വന്നിരുന്നു. അതിൽ നിന്ന് നാടകാവതരണത്തിന് തയ്യാറായ 17 പേരാണ് ഇന്ന് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിൻ്റെ ആദ്യ അരങ്ങല്ല ഇത്. പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നവജ്യോതി കോളേജിലും JMUP സ്കൂളിലും കുട്ടികൾക്ക് മുന്നിൽ ഈ നാടകം അവതരിപ്പിച്ചു. വളരെ നല്ല പ്രതികരണമാണ് അവിടെ ഉണ്ടായിരുന്ന കാണികളായ വിദ്യാർത്ഥികളിൽ നിന്നും ആ സ്ഥാപനങ്ങളിലെ അധ്യാപകരിൽ നിന്നും ലഭിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. വാർഡ് മെമ്പർമാരായ KD പ്രവീൺ, CBM തോമസ്, സന്തോഷ് കുമാർ, രേഷ്മ V. രാജു, നാടക കോർഡിനേറ്റർ സന്തോഷ് കുമാർ ചെറുപുഴ, നാടക സംവിധായകരായ ഗോപി കുറ്റിക്കോൽ, അനന്തു കൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഏതായാലും ഈ 17 കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളുമാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനത്തിന് അർഹരായിരിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങനൊരു പ്രോജക്റ്റ് വെച്ച രാജേഷ് മാഷ്, അതിനെ അംഗീകരിച്ച് അതിനെ പിന്തുണച്ച ഭരണസമിതി അംഗങ്ങൾ, പലരും ഉൾപ്പെടെയുള്ള എല്ലാ ഭരണസമിതി അംഗങ്ങളും അവരോടുള്ള ഒരു ശരിക്കും ഈ കുട്ടികൾ നിങ്ങളൊക്കെ കടപ്പെട്ടിരിക്കുന്നത് അവരോടാണെന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ് ഇങ്ങനെ. കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും ഈ പരിപാടി ചെറുപുഴ പഞ്ചായത്ത് നടപ്പിലാക്കുന്നു. ഒരു നിർദ്ദേശം ഭരണസമിതിയിലേക്കുള്ളൊരു സമയം പോകുന്നത് അറിയില്ല. വെറും 5 ദിവസം കൊണ്ടാണ് ഈ കുട്ടികൾ ഒരു മനോഹരമായ ഒരു നാടകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3 സ്റ്റേജ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ രാജിച്ചമ്മാഷ് പ്രസംഗിച്ച് റോഡും പാലും വികസനമല്ല നാട്ടിലെ വികസനം എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഒരു കാര്യം പറയുന്നത്. ഞാൻ 1 മണിക്കൂർ മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ അതേ ഡയലോഗ് എഴുതിയിട്ടതേ ഉള്ളൂ. ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, കേരളത്തിലെ ഒരു പഞ്ചായത്ത് കുട്ടികളുടെ തിയേറ്റർ
ഉണ്ടാക്കിയിട്ടില്ല. ചെറുപുഴ, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന ഗ്രാമപഞ്ചായത്താണ് അത് തുടക്കം കുറിച്ചത്. അത് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ സ്കൂളിൽ മാത്രമല്ല പഠനമുള്ളത്, പുറത്തും നല്ല രസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ? നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, യാത്രകൾ ചെയ്യുന്നുണ്ട്, ഇതുപോലെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, ഇവർ പഞ്ചായത്തിലുള്ളവർ, ഇവർ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ? വേദിയിൽ വെച്ച് നാടക പരിശീലനം പൂർത്തിയാക്കിയ 17 വിദ്യാർത്ഥികളെയും നാടകം മനോഹരമായി സംവിധാനം ചെയ്ത ഗോപി കുറ്റിക്കോൾ, അനന്തു കൃഷ്ണൻ, നാടക കോർഡിനേറ്റർ സന്തോഷ് കുമാർ ചെറുപുഴ എന്നിവരെയും മൊമന്റോ നൽകി അനുമോദിച്ചു. ആനന്ദകൃഷ്ണൻ കുട്ടികൾ അവതരിപ്പിച്ച നാടകം വളരെയധികം ജനശ്രദ്ധ നേടി. നാടകം ആരംഭിക്കുന്നു. അരുത്. കഴിഞ്ഞ 3 ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമതീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം, നിലവാരവും ആകർഷകവുമായ സർവീസ്, അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും, എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പാർട്ടികൾ, മീറ്റിംഗുകൾ, ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം. ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയഞ്ചാൽ. ഫോൺ 04985241277. മൊബൈൽ 9447 850 097.